ഹായ് ഗൈസ്, ഞാൻ നിങ്ങളിന്ന് കാണിക്കുന്നത് കൊക്കോയാണ്. അതുകൊണ്ട് ഇവിടെ പറമ്പിൽ മൊത്തം കൊക്കോ മരങ്ങളാണ് നിൽക്കുന്നത്. ഇതെല്ലാം കൊക്കോക്കായ എന്ന് വെച്ചാൽ എല്ലാ ഇനവും ഉണ്ട്. റെഡും ഉണ്ട്, ഇങ്ങനത്തെ ഒരു കളറും ഉണ്ട്, വേറൊരു കാപ്പിപ്പൊടി കളറും ഉണ്ട്. ഇതിൻ്റെ പ്രത്യേകത കുരു ഉണങ്ങി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നല്ല കറുത്ത കളറായിരിക്കും. കാപ്പിപ്പൊടി കളറിൻ്റെ ഉണങ്ങി വരുമ്പോൾ അതിൻ്റെ കായ മെറൂൺ കളറിലായിട്ടിരിക്കും. നല്ല ഇതാണ് ഇത് 5, 10, 11 ദിവസം വെള്ളത്തിലിട്ട് വെള്ളം മാറ്റി ഈ കൊക്കോയുടെ പരിപ്പെടുത്ത് മാറ്റിയ ശേഷം മിക്സിക്കകത്ത് അരച്ചെടുത്തിട്ട് നല്ല പോലെ കുറുക്കി പഞ്ചസാര നമുക്ക് ചോക്ലേറ്റ് ഉണ്ടാക്കാം. നമുക്ക് വീട്ടിൽ സാധനം ഇത് അടിപൊളി, നമുക്ക് ഫ്രഷായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന സാധനമാണിത്. ഇപ്പോൾ കൊക്കോക്കായ്ക്കൊക്കെ 800 വില ഉണ്ടായിരുന്നു. ഇപ്പോൾ വിലയൊക്കെയെന്ന് വെച്ചാൽ പച്ച കൊക്കോക്ക ഇതുപോലത്തെ തൊണ്ടിയിൽ നിന്ന് പൊട്ടിച്ച് കൊണ്ടേ കൊടുത്താൽ 80 രൂപ എന്തോ വിലയുള്ളൂ. പിന്നെ ഉണക്കക്കായ്ക്ക് 350, 400 അങ്ങനെ വിലയായി, വില കുറഞ്ഞു. പക്ഷേ കാർബറിയിൽ ആൾക്കാർ വന്ന് എടുക്കുകയാണെങ്കിൽ അത്യാവശ്യം വില കിട്ടുന്ന ഒരു ഐറ്റം കൃഷിക്കാർക്കിത്. പക്ഷേ കാർബറി ചോക്ലേറ്റിന് ഭയങ്കര വിലയും ഇതിൻ്റെ പ്രോഡക്റ്റ് നമ്മൾ ഈ കൊടുക്കുന്ന ഉൽപ്പന്നം ഫ്രഷ് ഉൽപ്പന്നം, ഇതിന് വിലക്കുറവുമാണ്. ഈ ഫ്രഷായിട്ട് ഉൽപ്പന്നം നമ്മുടെ വീടുകളിൽ കൂടെ ഉണ്ടെങ്കിൽ നമ്മളുണ്ടാക്കുന്നതോളം ചോക്ലേറ്റിൻ്റെ ടേസ്റ്റും എല്ലാം നല്ല ഒരു കമർപ്പുണ്ടാവും. അത് മാറാനാണ് വെള്ളത്തിലിട്ട് നമ്മളിതിൻ്റെ കുരു ഇട്ട് പൊട്ടിച്ച് മാറ്റുന്നത്. കണ്ടോ, ഇതാണ് അതിൻ്റെ കായ. ഞാൻ പൊട്ടിച്ച് കാണിച്ചത് കേട്ടോ. ഇതാണ് അതിൻ്റെ പരിപ്പിരിക്കുന്നുണ്ടോ. ഈ പരിപ്പിന് ഇതിൻ്റെ ഈ സാധനമുണ്ട്, ഇത് പിള്ളേർക്ക് ചപ്പിന് മധുരം, നല്ല മധുരമാണ് കൊക്ക. ഇതിൻ്റെ ഉള്ളിലിരിക്കുന്നത് തൊണ്ടുണ്ട്. ആ തൊണ്ടിനെ പൊളിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മളിത് വെള്ളത്തിലിടുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യണേ, മറക്കരുതേ.